ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മെയിൻ താരമാണ് ഇടിച്ചക്ക. ഇടിച്ചക്ക കൊണ്ട് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് അത്. അപ്പോൾ എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചോ. മക്കളൊക്കെ ഉള്ളവർക്ക് വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമ്മൾ ഈ ചക്ക കൊണ്ട് 3 റെസിപ്പിയാണ് എടുത്തിട്ടുള്ളത്. 3 തരം ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരു റെസിപ്പി മാത്രമേ ഉള്ളൂ. നമ്മൾ 3ഉം കൂടി ഇടുമ്പോൾ വീഡിയോ ലെങ്ത് ആവും. അത്രയും വീഡിയോയുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അതിനുള്ള കപ്പാസിറ്റി ഒന്നും നമ്മുടെ ഫോണിനില്ല. കാരണം ഒരു റെസിപ്പിയാണ് ഈ വീഡിയോയിലുള്ളൂ കേട്ടോ. വീട്ടിൽ അത്യാവശ്യം ചക്ക ഉണ്ട്. 2 പ്ലാവുള്ള കാരണം നമ്മുടെ വീടിൻ്റെ അടയാളം തന്നെ പ്ലാവാണ് കേട്ടോ. അപ്പോൾ അതിൽ നിറയെ ചക്ക ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ചക്ക വെച്ചിട്ട് ഇപ്പോൾ ചക്ക സീസൺ ആണല്ലോ, അപ്പോൾ ചക്ക വെച്ചിട്ടൊരു റെസിപ്പി ചെയ്യാമെന്ന് വിചാരിച്ചു. 3 റെസിപ്പീസ് ഒന്നിനൊന്ന് മെച്ചമാണ്. നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ചക്ക കൊണ്ട് ഇങ്ങനെ ഒരു ഐറ്റം നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ചക്ക വെട്ടുമ്പോൾ എപ്പോഴും കയ്യിൽ നമ്മൾ വെളിച്ചെണ്ണ ആക്കാറുണ്ട് അല്ലേ. ഞാൻ കയ്യിലാക്കാൻ കുറച്ച് ലേറ്റായി പോയതാണ് കേട്ടോ. അങ്ങനെ ചക്ക നമ്മൾ ഇതുപോലെ നുറുക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചക്ക അരിയുമ്പോൾ ആദ്യം തന്നെ എണ്ണ തേച്ചിട്ട് മുറിച്ചാൽ മതി കേട്ടോ. ഞാൻ കുറച്ച് ലേറ്റായി പോയി. പിന്നെ വീഡിയോയിൽ അത് 2 വട്ടം കാണിക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യുമ്പോൾ പറ്റിയ മിസ്റ്റേക്കാണ്. അങ്ങനെ ചക്കയുടെ തോലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ചെത്തി കൊടുക്കാം കേട്ടോ. അങ്ങനെ തോലൊക്കെ ചെത്തി കൊടുത്ത ചക്ക നമുക്ക് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തതിന് ശേഷം അതിൻ്റെ മൂക്ക് എന്ന് പറയുന്ന സംഭവമൊക്കെ ഒന്ന് ചെത്തി കൊടുക്കുക. എല്ലാ പീസിൻ്റെയും മൂക്ക് ചെത്തി കൊടുക്കുക കേട്ടോ. എല്ലാ പീസിൻ്റെയും മൂക്കൊക്കെ ചെത്തി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ചക്ക ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. നല്ല തിന്നായിട്ടും നല്ല കട്ടിയായിട്ടും വേണ്ട, ഒരു എന്താ പറയുക, ഇത്രയും തിക്നെസ്സിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാ ചക്കയും നമുക്കിതുപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് എല്ലാ കഷ്ണവും ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും തിക്നെസ്സിലും വീതിയിലുമാണ് കേട്ടോ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി അരിഞ്ഞ ചക്ക നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ചക്കയിലേക്ക് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കാൻ പോണത് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ. നമ്മുടെ കോൺഫ്ലവർ ചേർത്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അരിപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം ഇനി ചേർക്കാൻ പോണത് അരമുറി നാരങ്ങ നീരും കൂടി ചേർക്കുക. നാരങ്ങ നീര് ചേർത്തിട്ട് പിന്നെ ചേർക്കാനുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്താലും മതി. പിന്നെ കുറച്ച് വെജിറ്റബിൾ ഓയിലും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ, വെളിച്ചെണ്ണ. ഇനി ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. വെള്ളം കൂടാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നല്ലോണം വെള്ളം പോലെ ആയാൽ നമുക്കിത് ഫ്രൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. ഇനിയിപ്പോൾ വെള്ളം കൂടി പോവുകയാണെങ്കിൽ തന്നെ കുറച്ചുകൂടി അരിപ്പൊടി ആഡ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ആക്കിയിട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. പിന്നെ നമ്മൾക്ക് നല്ല ചൂടോടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അത് പിച്ചി ഇട്ട് കൊടുക്കുക എന്ന് പറയില്ലേ, അങ്ങനെ വെതറി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ക്രിസ്പി ആയിട്ടുള്ള
നമ്മുടെ ചക്കച്ചില്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ റെസിപ്പി ട്രൈ ചെയ്യാൻ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും. ചക്കയാണെന്ന് ആരും പറയില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക്